എത്തിയിട്ടുള്ള മറ്റ് കലാസ്നേഹികൾ, വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാസ്നേഹികൾ, അതുപോലെ അവരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനെത്തിയിട്ടുള്ള രക്ഷിതാക്കൾ, നാട്ടുകാർ, മറ്റുള്ള ഗുരുശ്രേഷ്ഠന്മാരെ, ഇന്നിവിടെ ഒരു മഹത്തായ സംരംഭമാണ്. നമ്മുടെ നാടുകളിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങളുടെ അരങ്ങേറ്റങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ, അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മൾ രക്ഷിതാക്കളോ നാട്ടുകാരോ സാംസ്കാരിക പ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരോ കാണുന്നില്ല എന്നുള്ളതാണ് ശരിയായ. നീ ആ അരങ്ങേറ്റം എന്നുള്ളതങ്ങ് മാറി നിൽക്കട്ടെ. കുട്ടികളെ കലാപരമായ സംഗതികൾ പഠിപ്പിക്കുന്നതിന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി തീർച്ചയായും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പുറകോട്ടാണ്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവണതകൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ അടുത്ത കാലം, ഈ വളരെ സമീപസ്ഥമായ കാലത്ത് 10ാം ക്ലാസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ പോലും വളരെ വല്ലാത്ത മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, അവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് 4 വശവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും മാഹാത്മ്യം തിരിച്ചറിയേണ്ടത്. കലാപ്രകടനങ്ങൾ, കലാപ്രവർത്തനങ്ങളിൽ, കലാഭ്യസനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കുട്ടികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. മിക്ക കുട്ടികളും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു പോകില്ല. കാരണം അവർ കൃത്യമായ ആ നിഷ്ഠയോടെ, ചിട്ടയോടെ, സാധനയോടെ അവരത് പരിശീലിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, കല പഠിക്കാൻ വിടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവം നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞും ഒരു പ്രപഞ്ച ശക്തി മുഴുവൻ നിറച്ചു വെച്ചിട്ടാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ ചിന്തിക്കാറില്ല. നിങ്ങൾ ഭാഗവത്തിലെ കഥ സപ്താഹമൊക്കെ അടക്കുമ്പോൾ അവിടുത്തെ ആചാര്യന്മാർ പറയും, മണ്ണ് തിന്നതിനെ കൃഷ്ണനെ അമ്മ അടിച്ചപ്പോൾ കൃഷ്ണൻ വാ തുറന്ന് കാണിച്ചപ്പോൾ അണ്ടകടാഹം മുഴുവൻ കൃഷ്ണന്റെ വായിൽ കണ്ടു എന്ന് വളരെ അതിശയോക്തിയോടുകൂടി അവരവതരിപ്പിക്കുകയും നമ്മളെ ആ ഭക്തിയിൽ അങ്ങ് ലയിപ്പിക്കുകയും കമന്ന് വീണ് തൊഴുവാൻ അവർ പറയുകയും ചെയ്യും. എന്താണ് വാസ്തവം? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, അതായത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയും എല്ലാം ഉള്ളിൽ ഈ കൃഷ്ണനെ പോലെ, അതുപോലെയുള്ള ബാലകരുടെ പോലെ അത്രയും, അതായത് പ്രപഞ്ചശക്തി മുഴുവൻ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. കൃഷ്ണൻ നമ്മെ കാട്ടിത്തരുന്നത്, അമ്മേ, എന്നെ പോറ്റി വളർത്തുന്ന എൻ്റെ അമ്മയ്ക്കത് തിരിച്ചറിയില്ല, എനിക്കത് തിരിച്ചറിയാം. അതുകൊണ്ട് അമ്മേ, എന്നിൽ മാത്രമല്ല ഈ ശക്തിയുള്ളത്, അമ്മേ, നിന്നിലും ഈ സർവ്വചരാചരങ്ങളിലും ആ സിദ്ധിയുണ്ട്. അങ്ങനെയാണ് പ്രപഞ്ചം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അത് തിരിച്ചറിയൂ എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ എത്രമാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അവരെ കുട്ടികളെ പഠിക്കാൻ വിടുന്നു, കുട്ടിക്കാലം മുതലേ പഠിക്കുന്നു, അവരിങ്ങനെ പഠിച്ചു വളരുന്നു, മാർക്ക് കുറവാണെങ്കിൽ വഴക്ക് പറയുന്നു, അവരെ എല്ലാം ചെയ്യുന്നു. നമ്മൾ ഫുൾ A+ഓടുകൂടി കുട്ടികൾ ജയിക്കാൻ വേണ്ടി ഇത്രയും വെപ്രാളം കാണിക്കുന്നു. ഏതെങ്കിലും ഒരു കല പഠിക്കാൻ നിങ്ങൾ ആ താല്പര്യം കാണിക്കാറുണ്ടോ? വാസ്തവത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടോ, ഡിഗ്രിക്ക് പഠിച്ചിട്ടോ, ഇനി PGക്ക് പഠിച്ചിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു ശേഷി, ഞാൻ ഉൾപ്പെടെ നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശേഷി ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ശേഷി? വെറുതെ കാണാതെ പഠിച്ച് എഴുതി വച്ചതിന് മാർക്ക് വാങ്ങിച്ചു, 100ന് 100 മാർക്ക് വാങ്ങിച്ചു, A+ വാങ്ങിച്ചു, പക്ഷെ ജീവിതത്തിൽ A+ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും PSC എഴുതി ഒരു ജോലി കിട്ടുന്നിരിക്കട്ടെ, ആ ജോലിക്ക് അടിസ്ഥാനമായി എന്തെങ്കിലും പരിശീലനങ്ങൾ നടന്നുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചു, ഡിഗ്രി പാസ്സായി, ഡിഗ്രിക്ക് ചിലപ്പോൾ റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ക്ലറിക്കൽ ജോലിയാണ് കിട്ടിയത്. ആ ക്ലറിക്കൽ ജോലിക്ക് കയ്യക്ഷരം പോലും നമ്മളെ നോക്കാറില്ല. ആ കയ്യക്ഷരം വൃത്തിയായി എഴുതാൻ നല്ല ഡ്രോയിങ്ങിലൂടെ, നല്ല ചിത്രകലയിലൂടെ, നല്ല വടിവത്ത കയ്യക്ഷരം ഉള്ളവനെ ആ ജോലിക്ക് അർഹതയുള്ളൂ. അതുപോലും ചിന്തിക്കാത്ത
സാമൂഹിക സ്ഥിതി, വിദ്യാഭ്യാസ വ്യവസ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പം നോക്കൂ, നിങ്ങൾ ഈ പഠിച്ചത് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അതിന് കുറ്റക്കാരാണ്, കാരണക്കാരാണ്. നമ്മൾ ഇപ്പോഴും അത് അനുവർത്തിക്കുകയാണ്. ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കൂ, H2O 2 ഭാഗമായിട്ടതിന് ഒരു ഭാഗം ഓക്സിജനും ചേർന്നാൽ വെള്ളമാവും. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ വെള്ളം ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നാൽ വേനൽക്കാലത്ത് അങ്ങനെ വെള്ളം ഉണ്ടാക്കി മഴ പെയ്യിച്ചൂടെ, അല്ലെങ്കിൽ വേനൽക്കാലത്ത് അങ്ങനെ വെള്ളം ഉണ്ടാക്കി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റിക്കൂടെ നമ്മൾ ചോദിക്കാറില്ലേ? ഇല്ല. അപ്പൊ ഇതുപോലെ ഒന്നും ആ പഠിച്ചതൊന്നും നമ്മൾ പ്രയോഗത്തിലോ നമ്മുടെ അനുഭവത്തിലോ വന്നിട്ടേ ഇല്ല. വെറുതെ കാണാതെ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു. അതേസമയം സരിഗമ പദനീസ സാനിദപ മഗരീസ ഇതൊരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞ് പാടുകയാണ്, അവൻ പ്രവൃത്തിയിലൂടെ അനുഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലും ചുറ്റുപാടുകളിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരാനുണ്ടായിരുന്നു. അന്നും സംഗീതം പഠിക്കാനും ചിത്രകല പഠിക്കാനും നൃത്തം പഠിക്കാനൊന്നും വിടത്തില്ല. ഒന്നുമില്ലെങ്കിൽ പോച്ച പറിക്കാനും പശുവിനെ കുളിപ്പിക്കാനും കാളന്മാരെ കുളിപ്പിക്കാൻ പാനെങ്കിലും നമുക്ക് ആ ഒരു ശേഷി ഉണ്ടായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ അവർക്ക് അവസരങ്ങൾ നൽകാറുണ്ടോ? അവർ പഠിക്കെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും എന്ന് നമ്മൾ വിചാരിച്ച് ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. അവരിതൊന്നും അനുഭവിക്കുന്നില്ല, പഠിക്കുന്ന കാര്യം പോലും അനുഭവിക്കുന്നില്ല. അവൻ പഠിച്ച ഒരു കവിത അവന് നീളത്തെ ചൊല്ലട്ടെ, അധ്യാപകൻ അത് ചൊല്ലിക്കൊടുക്കട്ടെ. അധ്യാപകന് ആ ഈ പാടാനും വരയ്ക്കാനും എഴുതാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും കഴിവില്ലാതെ ഒരാളും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതിനുള്ള മാർഗങ്ങളില്ല. ശ്രീ ബെംസീദർ പള്ളിമൺ സാറാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് SCERTയിൽ അതിനുവേണ്ടി പാഠപുസ്തകം തയ്യാറാക്കി കൊടുത്ത മഹത് വ്യക്തിയാണ്. 35 കൊല്ലമായി ഇവിടെ അദ്ദേഹം ഈ പ്രസ്ഥാനം നടത്തുന്നു. നമ്മൾ ആരെങ്കിലും വേണ്ട പോലെ തിരിച്ചറിയുകയോ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ അവിടെ എത്തിക്കുകയോ സാറേ പഠിപ്പിക്കണമെന്ന് പറയുകയോ ചെയ്യാറുണ്ടോ? ഇല്ല. അത് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതിയാണ്. അതേസമയം ചില നാടുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു കവിത നോക്കൂ, കുട്ടികൾ പഠിക്കുന്ന ഒരു കവിതയാണ്. നീതു കാൺകൊരാൻ കുഞ്ഞിത, സാറ് പാടി കൊടുക്കും. നീതു കാൺകൊരാൻ കുഞ്ഞിത തൻ കുഞ്ഞി കയ്യിൽ ചേറിയ പാൽപാത്രവുമായി. ഒന്നീ വായിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ സാർ ഇത്രയും ഒരു ടൂണി ചൊല്ലും. ഇനി നോക്കൂ, നീതു കാൺകൊരാൻ കുഞ്ഞിത തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടുമമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിന്നു. മാതാവോ പൈക്കറ നിർത്തി മണിവള പ്രാതമണിഞ്ഞ വലതു കയ്യാൽ പൈതലെ ചേർത്തു പുകർന്നു മുകർന്നതി പ്രീതയായി കോൾമയർ കൊണ്ടു നിന്നു. ഇങ്ങനെ ഒരു അധ്യാപകൻ ഒരു പ്രാവശ്യം പാടിയാൽ കുഞ്ഞ് അതിലേക്ക് അങ്ങ് വരികയാണ്. പിന്നെ അവനെ ആ പാഠം പഠിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. ഒരു ഗദ്യഭാഗം അല്ലെങ്കിൽ ഒരു പദ്യഭാഗം അവന് സംഭാഷണം എഴുതാൻ വിട്ടുകൊടുക്കും, നാടകമാക്കാൻ കുട്ടികൾ ആഹ്ലാദത്തോടെ ചെയ്യും. അക്ഷരമറിയാത്തവൻ പോലും ആ പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കും. ഇത് നമ്മൾ കാണാതെ പഠിപ്പിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ ഭാഗം ഒന്ന് ചിത്രമാക്കി നോക്കൂ. അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, പശുവിനെ കറക്കാൻ പാത്രവുമായി പോകുന്ന അമ്മ, അവിടേക്ക് ഓടിച്ചെല്ലുന്ന കുഞ്ഞ്, ആ പശുവിൻ്റെ കുഞ്ഞിന് കുടിക്കാനുള്ള പാലാണ് കറന്നെടുക്കുന്നത്. ആ വിഷമത്തോടെ നിൽക്കുന്ന പശുക്കുട്ടി, അവിടേക്ക് എത്തുന്ന കാക്ക, ഇങ്ങനെ പല കഥാപാത്രങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പോകും. അവരവരുടെ എല്ലാം സംഭാഷണങ്ങൾ എഴുതി വയ്ക്കും. അതൊന്ന് ചിത്രമാക്കി നോക്കൂ. ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉണ്ട്. അത് അഭിനയമാക്കി നോക്കൂ, നൃത്തമാക്കി നോക്കൂ, ചൂടുവയ്ക്കൂ. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ, പഠിച്ചിട്ടുണ്ടായിരിക്കും. വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും. ഇരുതൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. പുലർച്ച കുളിർകാറ്റു വീശിപ്പറക്കും വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ
അലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം. ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എന്താലി നിന്താലി പൂത്താലി ആടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഇത് അധ്യാപകൻ അങ്ങനെ പാടാൻ കഴിയില്ലെങ്കിൽ ക്ലാസ്സിൽ പാടുന്ന കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെ കൊണ്ട് പാടിക്കുമോ? പഠിക്കാറില്ല. ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴും ഈ സംഗീതം മനസ്സിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ വിങ്ങിയിരിക്കുകയാണ്. എൻ്റെയൊക്കെ വീട്ടിൽ സംഗീതം പഠിക്കാൻ പോകണമെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതല്ല, അതിനെല്ലാം അവസരമുണ്ട്, അവസ്ഥയുണ്ട്. ബംസിദർ സാറിനെ പോലെയുള്ള ആളുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം, സമൂഹത്തിൽ പ്രയോജനപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെൻഷനായി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രയോജനം ചെയ്യുന്ന ഏത് ജോലിക്കാരുണ്ട്? ഒരു ക്ലർക്ക് അല്ലെങ്കിൽ കളക്ടറേറ്റ് ജോലി, മറ്റിടത്ത് ജോലി, മറിച്ചിടത്ത് പെൻഷനായി വീട്ടിൽ കുത്തിരിക്കാനേക്കൂ. സ്കൂളിലെ മറ്റധ്യാപകരെ നോക്കൂ. അതേസമയം ഒരു കലാകാരനെ നോക്കൂ. അവൻ സമൂഹത്തിന് വീണ്ടും നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തും. അതിന് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം പെൻഷനായ വെറുതെ അവിടെ എവിടെയും കറങ്ങി നടക്കാനേ ഒട്ടുമിക്ക, എല്ലാവരെയും കുറ്റം പറയുകയല്ല, ഒട്ടുമിക്ക ആൾക്ക് അതേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവർ തുടർന്നും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ മരണം വരെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ അതാണ് പഠിപ്പിക്കേണ്ടത്, അതാണ് ശീലിപ്പിക്കേണ്ടത്, അതാണ് അവർക്ക് അനുഭവമാകേണ്ടത്. അതുകൊണ്ട് അതിൻ്റേതായ നിഷ്ഠയോടും ഗൗരവത്തോടും കൂടി തന്നെ നമ്മൾ അതിനെ കാണുകയും കുഞ്ഞുങ്ങളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും വേണം. അല്ലാതെ സമയം പോക്കിന് വേണ്ടി എന്നാൽ സാറിൻ്റെ വീട്ടിലോട്ട് പോവാം. ചിലരുണ്ട്, ഭാര്യ ഭർത്താവും കൂടെ വൈകിട്ട് സിനിമ കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിരുന്നിന് പോവുക. എന്നാൽ മക്കളെ വിളിച്ചിട്ട് പറയും, നിങ്ങളങ്ങ് പാട്ട് പഠിപ്പിക്കുന്ന സാറിന് അങ്ങോട്ട് പോക്കോ. ഇതാണ് നമ്മുടെ സ്ഥിതി. പലപ്പോഴും അങ്ങനെയാണ്. അങ്ങോട്ട് പോക്കും. അപ്പൊ സാറിന്റെ അവിടെ ചെന്നിട്ട് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലൊന്നും വിഷയമല്ല. അപ്പൊ സാറെ ഇന്ന് അവിടെ കാണുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത്. സംഗീതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് പ്രപഞ്ച ഉത്ഭവം, നാദം. നാദം എന്ന് പറഞ്ഞാൽ നാ എന്ന് പറഞ്ഞാൽ പ്രാണവായു, ദം എന്ന് പറഞ്ഞാൽ അഗ്നി. നാദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അതാണ് ഓംകാരം, അതാണ് നാദബ്രഹ്മം, അതാണ് സത്യം, അതാണ് ദൈവം, അതാണ് സംഗീതം. ആ നാദത്തിൽ എന്തുണ്ടോ അത് ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. ഇത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു. വചനം എന്ന് വെച്ചാൽ വാക്ക്, ശബ്ദം. ഭൂമിയുടെ നമ്മൾ ബിഗ് ബാങ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിയിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പൊ ആദ്യം ഉണ്ടായത് നാദം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മൾ ഇതിനെ കുട്ടികൾക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് പ്രായോഗികമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പാട്ടായാലും നൃത്തമായാലും ചിത്രകലയായാലും അഭിനയമായാലും അതുപോലെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനോ യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കുന്നതിനോ പരീക്ഷണങ്ങൾ നടത്തുന്നതിനോ കൗതുക വസ്തുക്കളോ അലങ്കാര വസ്തുക്കളോ ഉണ്ടാക്കുന്നതിനോ ഒന്നും അവരെ തടസ്സപ്പെടുത്തരുത്. അവരുടെ 100 തരം ബുദ്ധികളാണ് അപ്പോൾ വികസിക്കുന്നത്. ഈ കാണാതെ പഠിക്കുക എന്നുള്ളൊരു ബുദ്ധിയല്ല, ഒരു ശേഷിയല്ല. ഒരു മാർഗേ ഒരു കുട്ടിക്കുള്ളെങ്കിൽ അത് അവൻ്റെ അനുഭവത്തിൽ നിന്നുള്ള മാർഗാണെങ്കിൽ അതാണ് മാർഗ്. കാണാതെ പഠിച്ച് എഴുതി വച്ച 100 മാർക്ക് ഈ 1 മാർക്കിൻ്റെ 7 അയലത്ത് വരില്ല. രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ മനസ്സിലാക്കിക്കൊള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രപഞ്ച ശക്തി മുഴുവൻ ഓരോ കുഞ്ഞിൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഉണർത്തുന്നതിനാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, പിന്നീട് സമൂഹത്തിൽ നിന്ന്, പിന്നീട് വിദ്യാലയത്തിൽ നിന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കലാകാരന്മാരായ ഗുരുശ്രേഷ്ഠന്മാരുടെ ആവശ്യം. കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു നിഷ്ഠയും ശീലവും സാധനയും പ്രയോജനവും പ്രയോഗവും അനുഭവവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. 1-ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ച എത്ര കവിതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ വന്നു? പുലരിയോടൊത്തെന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങൾക്കെന്തു ചന്തം, അവരുടുത്തിടുമപ്പാവാട വിട്ടും കടയേതെന്നമ്മയ്ക്കറിഞ്ഞുകൂടെ, അതുപോലെ ഒന്നമ്മേ തിരുവോണക്കോടിയായി അരുമാമകൾ കൂതരികയില്ലേ, തീവണ്ടി കൂകിപ്പായും. ഇങ്ങനെ എത്ര കവിതകൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അനുഭവം ആവാത്തതിൻ്റെ കാരണം ഇതാണ്. അധ്യാപകർ വായിച്ച് കേൾപ്പിക്കും, നമ്മൾ അതിൻ്റെ അർത്ഥം എഴുതും, മാർഗം കിട്ടും, തീർന്നു. പക്ഷെ നമ്മുടെ മാർഗം തെളിയത്തില്ല.
നമ്മുടെ മാർഗം അപ്പൊ അങ്ങനെ മാർഗം തെളിക്കാനുള്ള മാർഗമാണ് നിഷ്ഠയായ ശീലങ്ങൾ. ഈ കാലഘട്ടത്തിൽ ആനുകാലികമായ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ശരിക്കും അറിയാം. കുട്ടികളെ സ്വാതന്ത്ര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക.